ഓം ഹരിശ്രീ ഗണപതയേ നമഃ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമുക്കിന്ന് 20-ാം ദിവസത്തെ കഥ കേൾക്കാം. കിഷ്കിന്ധാകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീരാമനും ലക്ഷ്മണനും ശബരിയുടെ നിർദ്ദേശപ്രകാരം ഋഷ്യമൂകാചലത്തിലേക്ക് സുഗ്രീവനെ കാണാനായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സീതാദേവിയാകട്ടെ അങ്ങ് ലങ്കാപുരിയിൽ ആ രാവണൻ്റെ ലങ്കയിൽ രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് അത്യന്തം ഖിന്നയായി അങ്ങനെ ഇരിക്കുന്നു. നമുക്ക് എഴുത്തച്ഛൻ ഇവിടെ ഈ കിഷ്കിന്ധാകാണ്ഡം തുടങ്ങുമ്പോൾ ശാരിക പൈതലാം കിളിയോട് ബാക്കി കഥ പറയാൻ പറഞ്ഞു. ആ കിളി പറയുന്നത് അനങ്കാരി, അതായത് കാമദേവൻ്റെ ശത്രുവായ ആ മഹാദേവൻ വല്ലഭയോട് പറഞ്ഞ പ്രകാരം നമ്മോട് പറയുകയാണ്. ശ്രീരാമനും ലക്ഷ്മണനും നടന്ന് പമ്പാസരസ്ഥലത്തിൽ വന്ന് അതിൻ്റെ സൗന്ദര്യം കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. നമ്മുടെ പമ്പാനദി തന്നെയാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയിലുള്ള ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് പമ്പാസ്നാനം പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. പമ്പാനദിക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ. ശബരിമലയിൽ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം മൂലം പുണ്യനദിയായിട്ടും അറിയപ്പെടുന്നുണ്ട്. ദക്ഷിണ ഭഗീരഥി എന്നും ഈ നദിയെ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം പറയുകയാണെങ്കിൽ പീരുമേടിലെ പുളിച്ചിമലയിൽ നിന്നാണ്. പിന്നീട് അത് റാന്നി, പത്തനംതിട്ട, കോഴഞ്ചേരി, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കുട്ടനാട്, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ എന്നീ താലൂക്കുകളിലൂടെ ഇങ്ങനെ ഒഴുകി അവസാനം വെമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. പിന്നെ നമുക്കറിയാലോ, നദികൾ എന്ന് പറഞ്ഞാൽ ശുദ്ധജല സ്രോതസ്സുകളാണ്. 44 നദികളാണ് കേരളത്തിൽ ഉള്ളതെങ്കിലും നദികളുടെയൊക്കെ അവസ്ഥ വളരെ ശോചനീയമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പമ്പാ നദിയെക്കുറിച്ച് തന്നെയാണ് രാമായണത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരിച്ചു വരാം. പമ്പാ നദിയുടെ പവിത്രത നമുക്കറിയാം. പമ്പാ നദിക്കരയിൽ അയ്യപ്പ ദർശനത്തിന് പോകുന്നവരെല്ലാം കുളിച്ച് ബലികർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്നും നമുക്കറിയാം. ആ പമ്പാ നദിയിൽ നിന്നും ശുദ്ധജലം കുടിച്ചിട്ട് വിശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് നടക്കുന്നു അവർ. സീതയെ കാണാൻ വളരെയധികം സങ്കടത്തോടെയാണ് ശ്രീരാമനും ലക്ഷ്മണനും. ശ്രീരാമനെ ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മണൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം അത് ശ്രീരാമൻ്റെ ആ ദുഃഖം അനുജനായ ലക്ഷ്മണനെ കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നാം കഴിഞ്ഞ ദിവസം അറിഞ്ഞിരുന്നു. അവരങ്ങനെ നടന്ന് ഋഷ്യമൂകാചലത്തിന് സമീപം എത്തുകയാണ്. സുഗ്രീവൻ പർവ്വതത്തിന് മുകളിലാണല്ലോ നിൽക്കുന്നത്. ദൂരെ നിന്നും നടന്നു വരുന്ന ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടിട്ട് വളരെയധികം ഭയത്തോടെ ഹനുമാനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ആരോ നമ്മുടെ നേരെ യുദ്ധത്തിന് തയ്യാറായി വരുന്നത് പോലെ തോന്നുന്നു. മാരുതി, താപസവേഷം ധരിച്ചിരിക്കുന്ന അവരുടെ കയ്യിൽ അമ്പും വില്ലും വാളും ഒക്കെ ഉണ്ട്. അവർ യുദ്ധത്തിന് വരുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പോയി തിരക്കിയിട്ട് വരിക. അവർ ജ്യേഷ്ഠനായ ബാലി പറഞ്ഞയച്ചിട്ട് വരുന്നതാണോ എന്നെ കൊല്ലുവാനായി എന്നെനിക്ക് സംശയം തോന്നുന്നു. കണ്ടാൽ വീരന്മാരാണെന്നും തോന്നുന്നുണ്ട്. അവരുടെ ആ തേജസ് കണ്ടോ, ദിക്കുകളൊക്കെ വിളങ്ങുന്നു. മാരുതി, നീ അങ്ങോട്ട് പോയി അവരാരാണെന്ന് അറിയണം. ശത്രുക്കളാണെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കണം. അതല്ല, മിത്രങ്ങളാണെങ്കിൽ നിന്റെ മുഖത്തെ മന്ദസ്മിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. നമ്മുടെ മാരുതിയല്ലേ. ശീഘ്രം ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് ശ്രീരാമലക്ഷ്മണന്മാരുടെ അടുത്ത് ചെന്ന് നമസ്കരിച്ചു. കാമദേവനെ വെല്ലുന്ന സൗന്ദര്യത്തോടുകൂടി ദിക്കുകളൊക്കെ പ്രകാശിക്കുന്ന ആ സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭയോടെ വിളങ്ങുന്ന നിങ്ങൾ ഇരുവരും ആരാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹനുമാന്റെ ചോദ്യത്തിനുത്തരമായി ശ്രീരാമൻ തൻ്റെ പരമാർത്ഥമെല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നു. കൂട്ടുകാരെ, വീണ്ടും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ സീതാപഹരണം വരെയുള്ള കഥ ചുരുക്കി പറയുകയാണ്. ശ്രീരാമൻ പറയുന്നതിനെ കേട്ടിട്ട് ഹനുമാൻ ഉടനെ ശ്രീരാമനോട് പറഞ്ഞു: വാനര രാജാവായ സുഗ്രീവൻ ദാ ആ പർവ്വതത്തിന് മുകളിൽ വസിക്കുന്നു. മന്ത്രികളായ ഞങ്ങൾ 4 പേരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. സഹോദരനായ ബാലി അനുജനായ സുഗ്രീവനെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിരിക്കുകയാണ്. ഈ സുഗ്രീവൻ്റെ ഭാര്യയെയും അവൻ സ്വന്തമാക്കി വച്ചിരിക്കുന്നു. സ്വന്തം പ്രാണരക്ഷയ്ക്കായി ഈ ഋഷ്യമൂകാചലത്തിൽ വന്ന് തങ്ങിയിരിക്കുകയാണിപ്പോൾ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭൃത്യനും അഞ്ജനയുടെ പുത്രനും വായുതനയനുമായ ഹനുമാനാകുന്നു. ഭവാൻ സുഗ്രീവനോട് സഖ്യം ചെയ്യും
എന്നു വരികിൽ ശത്രുക്കളെയെല്ലാം നിഷ്പ്രയാസം ഇല്ലാതെയാക്കാം. അതിനു വേണ്ടതെല്ലാം ഞാൻ മുൻപിൽ നിന്ന് ചെയ്യുന്നതാണ്. രണ്ടു കൂട്ടർക്കും അതുകൊണ്ട് മംഗളമേ ഭവിക്കൂ, എൻ്റെ കൂടെ വന്നാലും. ഇപ്രകാരം ശ്രീരാമലക്ഷ്മണന്മാരോട് പറഞ്ഞിട്ട് മാരുതി ആ ബ്രഹ്മചാരിയുടെ വേഷം വെടിഞ്ഞ് തൻ്റെ സ്വന്തം രൂപം ഗ്രഹിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മാരുതിയുടെ സ്വന്തം രൂപം എങ്ങനെയിരിക്കുന്നു. ആ രൂപം മനസ്സിൽ ധ്യാനിക്കുക, ആഞ്ജനേയൻ്റെ. അതിങ്ങനെ ആ സ്വന്തം രൂപത്തെ സ്വീകരിച്ച മാരുതി രണ്ടുപേരും വ്യസനിക്കാതെ എൻ്റെ തോളിൽ കയറി ഇരുന്നാലും എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും തോളിൽ കയറ്റിയിരുത്തുകയാണ്. ശബരിയുടെ വാക്കുകൾ സ്മരണയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ശ്രീരാമലക്ഷ്മണന്മാർ മാരുതിയുടെ തോളിൽ കയറിയിരുന്നു. ശബരി പറഞ്ഞിരുന്നു, സുഗ്രീവനോട് സഖ്യം ചെയ്താൽ ഭാര്യയെ തിരികെ ലഭിക്കാനുള്ള മാർഗം തെളിഞ്ഞു വരുമെന്ന്. അതുകൊണ്ട് തന്നെ അവർ മറുത്തൊന്നും പറയാതെ സുഗ്രീവൻ്റെ സമീപത്തേക്ക് പോകാൻ തയ്യാറാവുകയാണ്. ശ്രീരാമലക്ഷ്മണന്മാരെ തോളിലേറ്റി നടന്ന് മാരുതി ഇവിടെ നടന്ന് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപാരം കഴിവുകളുള്ള ഭഗവാനാണല്ലോ ആഞ്ജനേയൻ. അതുകൊണ്ട് തന്നെ വായു ദുർവേഗത്തിൽ പറന്നോ നടന്നോ എപ്രകാരമാണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ സങ്കല്പിച്ചുള്ളൂ. എന്തായാലും ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരെ തോളിലേറ്റി സുഗ്രീവ സമീപത്തെത്തി എന്ന് മനസ്സിലാക്കുക. സുഗ്രീവൻ്റെ സമീപത്തെത്തി അവരെ രണ്ടുപേരെയും താഴെ നിർത്തി. എന്നിട്ട് സുഗ്രീവനോട് ഇങ്ങനെ പറഞ്ഞു, ഭാസ്കര നന്ദന, ഭാസ്കരൻ സൂര്യനാണെന്നറിയുമല്ലോ, അങ്ങ് വ്യസനിക്കേണ്ട, നമ്മുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. ആ സൂര്യവംശജാതനായ ഈ രാമലക്ഷ്മണന്മാർ പ്രിയ പത്നിയെ തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ പർവ്വത മുകളിൽ ഒരു വൃക്ഷച്ചുവട്ടിൽ രണ്ടുപേരെയും തൻ്റെ തോളിൽ നിന്നും ഇറക്കി നിർത്തിയിരുന്നല്ലോ, അവരെ രണ്ടുപേരെയും ഇരുത്തുകയാണ്. പുല്ലൊക്കെ പറിച്ച് ഇലകളൊക്കെ വിരിച്ച് ഇരിക്കാൻ സൗകര്യപ്രദമായ മെത്ത പോലെ ഉണ്ടാക്കിയിട്ട് അതിന്മേലാണ് ഇരിക്കാൻ പറഞ്ഞത്. സുഗ്രീവരാജ, അർക്കാത്മജ, ഒട്ടും ഭയപ്പെടേണ്ട, ഇവർ രണ്ടുപേരും മിത്രഗോത്രത്തിൽ തന്നെ വന്നു പിറന്നവരാണ്. വേഗം ചെന്ന് അവരുമായി സഖ്യം ചെയ്ത് ഭാഗവതപ്രിയനായി വാഴുക. ഭഗവതഃ ഇദം ഭാഗവതം, അതായത് ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞിവിടെ സഗുണ സാകാര സ്വരൂപത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നിർഗുണ നിരാകാര സ്വരൂപമുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യം. സാകാരം ആകാരത്തോടു കൂടിയത് എന്നാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ ഉണ്ടെന്ന് പലതവണ പറഞ്ഞതാണ്, പക്ഷേ അറിയുന്നില്ല ആരും. ആ അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ആ അനുഭൂതി അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടാവണം. ഭക്തിയിലൂടെ വേണം ഭഗവാനെ അറിയാൻ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ കഥയിൽ പറഞ്ഞിരുന്നു. ആ ഭക്തി ഉണ്ടാകുന്നതിനുള്ള വഴികളും പറഞ്ഞിരുന്നു. ആ ഭക്തി മൂലം എങ്ങനെ മുക്തി സിദ്ധിക്കാമെന്നും പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞതല്ല, ശ്രീരാമൻ ശബരിയോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. അത് അതേപടി അതിൽ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. സുഗ്രീവനാകട്ടെ സംഭ്രമത്തോടും സന്തോഷത്തോടും കൂടി വേഗം ആ ശ്രീരാമലക്ഷ്മണന്മാരുടെ സമീപത്തേക്ക് ചെന്ന് അവർ വൃക്ഷച്ചുവട്ടിൽ ഒരുക്കിയിരുന്ന ഇലകളും പുല്ലുകളും കൊണ്ടുള്ള ആ പീഠത്തിലിരുത്തി അർഘ്യപാദ്യാദികളാൽ സൽക്കരിക്കുന്നു, പൂജിക്കുന്നു. സുഗ്രീവൻ ശ്രീരാമനോട് ഇപ്രകാരം പറയുന്നു, ജാനകീദേവിയെ നിശ്ചയമായും കണ്ടുപിടിച്ചു തരുന്നുണ്ട്. അങ്ങയുടെ ശത്രുക്കളെ നശിപ്പിക്കാനായി മിത്രമായി ഞാൻ സഹായിക്കുന്നുണ്ട്, ഒട്ടും വ്യസനിക്കേണ്ട. രാവണനെ വംശത്തോടെ നശിപ്പിക്കുന്നതിന് വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഞാനും എൻ്റെ 4 മന്ത്രിമാരും കൂടി ഒരു ദിവസം ഈ പർവ്വതമുകളിൽ നിൽക്കുമ്പോൾ ഒരു രാക്ഷസൻ സുന്ദരിയായ ഒരു സ്ത്രീയെ ആകാശമാർഗത്തിൽ കൂടി കൊണ്ടുപോകുന്നത് കണ്ടു. രക്ഷിപ്പാൻ ആരുമില്ലാതെ രാമാ രാമാ എന്ന് വിലപിച്ചുകൊണ്ടിരുന്ന അവൾ അങ്ങയുടെ പത്നി തന്നെ ആവാനേ തരമുള്ളൂ. ഉത്തമയായ ആ സുന്ദരി ഞങ്ങളെ കണ്ടപ്പോൾ തൻ്റെ ആഭരണങ്ങൾ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് താഴേക്കിട്ടു. ആ ആഭരണങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ, ഒരുപക്ഷേ അത് ജാനകീദേവിയുടേതാണെങ്കിലോ. ഇങ്ങനെ പറഞ്ഞ് ആഭരണങ്ങൾ ശ്രീരാമനെ കാണിക്കുകയാണ്. ആഭരണങ്ങൾ കണ്ട് ശ്രീരാമൻ അവയെ തൻ്റെ നെഞ്ചോടടുക്കി പിടിച്ച് തേങ്ങി കരഞ്ഞ്, ഹാ പ്രിയതമേ, നീ എങ്ങു പോയി? എന്നിട്ട് ആഭരണങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളും ജനകജയെ പിരിഞ്ഞോ? എന്നെപ്പോലെ തന്നെ. കണ്ണുനീർ കൊണ്ട് കാഴ്ച മൂടിയ രാമൻ അനുജനോട് പറഞ്ഞു, ആഭരണങ്ങൾ സീതയുടെ തന്നെയല്ലേ? അവ അതുപോലെ തന്നെ ഇരിക്കുന്നേ, ഒന്ന് നോക്കൂ. ഇവിടം വളരെ ഹൃദയസ്പർശിയായിട്ടാണ് വാൽമീകി പറഞ്ഞിരിക്കുന്നത്. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ അത് കാണുന്നില്ല. ഭാഗം ഇങ്ങനെയാണ് പറഞ്ഞത്, നാഹം ജാനാമി കേയൂരേ നച ജാനാമി കുണ്ടലേ നൂപുരേ ത്വഭിജാനാമി നിത്യം പാദാഭിവന്ദനാത്. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. തോൾവളയും കമ്മലും ആര്യയുടേത് തന്നെയോ എന്ന് എനിക്കറിയില്ല. ഈ കാൽച്ചിലമ്പ്
ദേവിയുടേത് തന്നെ. നിത്യവും കാലിണ വണങ്ങുമ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ദേവിയുടേത് തന്നെയാണ്, അത് നിശ്ചയം. അനന്തരം രാമൻ സുഗ്രീവനോട് ഏത് വഴിക്കാണ് രാവണൻ സീതയെ കൊണ്ടുപോയതെന്നും ആ ക്രൂരൻ വാഴുന്നത് എവിടെയെന്നും എല്ലാം അന്വേഷിച്ചു. രാവണൻ താമസിക്കുന്നത് എവിടെയാണെന്ന് തനിക്കറിവില്ലെന്നും എവിടെയായാലും അവനെ തേടിപ്പിടിച്ച് കുലത്തോടെ ഒടുക്കി മൈഥിലിയെ വീണ്ടെടുത്ത് കൊടുത്തുകൊള്ളാമെന്നും സുഗ്രീവൻ പ്രതിജ്ഞ ചെയ്തു. രാമനോട് ശോകം വെടിഞ്ഞ് ധൈര്യം കൈക്കൊള്ളാനും അപേക്ഷിച്ചു. രാമൻ തൻ്റെ വസ്ത്രാഞ്ചലം കൊണ്ട് മുഖം തുടച്ച് വളരെയധികം ധൈര്യം ആർജിച്ചതുപോലെ അഭിനയിച്ച് സുഗ്രീവനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞു: വളരെ ഹിതകാരിയായ ഒരു ചങ്ങാതിയായിരിക്കുന്നു നീ ഇന്ന്. നീ എനിക്ക് എൻ്റെ ഹിതത്തെ ചെയ്തു. നിന്നെപ്പോലെയുള്ള മിത്രങ്ങൾ ദുർലഭമാണ്. അതും ഇതുപോലെയുള്ള ആപത്കാലങ്ങളിൽ. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. അതായത് സുഖത്തിൽ നമ്മുടെ കൂടെ അത് ആസ്വദിക്കാനും അനുഭവിക്കാനും ഒരുപാട് പേര് കാണും സുഹൃത്തുക്കളായിട്ട്. പക്ഷേ ദുഃഖാവസ്ഥയിൽ, സങ്കടാവസ്ഥയിൽ, ആപത്ഘട്ടങ്ങളിൽ ആരും കാണുകയില്ല നമ്മുടെ നിഴലല്ലാതെ എന്ന് കവികൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് അനുഭവമുള്ളവർക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ശ്രീരാമന് തൻ്റെ ആപത്ഘട്ടത്തിൽ തൻ്റെ തുണയ്ക്കെത്തിയ മിത്രമാണ് സുഗ്രീവൻ. അതുകൊണ്ട് തന്നെ സുഗ്രീവനുമായി സഖ്യം ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ലക്ഷ്മണനും ശ്രീരാമചന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു: ദുഃഖിക്കാതെ ജ്യേഷ്ഠ, ഈ വാനരശ്രേഷ്ഠൻ്റെ സഹായത്താൽ രാവണനെ നിഗ്രഹിച്ച് എത്രയും പെട്ടെന്ന് സീതയെ കൊണ്ടുവന്നു തരുന്നുണ്ട്. സുഗ്രീവനും അപ്രകാരമെന്ന് സമ്മതിച്ച് ഇവരുടെ രണ്ടുപേരുടെയും സാന്ത്വന വാക്കുകൾ കേട്ട് ശ്രീരാമൻ ആശ്വസിക്കുന്നു. അവർ അഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് ഒരു ശുഭമുഹൂർത്തത്തിൽ അന്യോന്യം സഹായിക്കാമെന്ന് സഖ്യം ചെയ്യുകയാണ്. ആ ഋഷ്യമൂകാചലത്തിന് സമീപമുള്ള മലയപർവ്വതത്തിൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും സുഗ്രീവൻ താമസിപ്പിക്കുന്നു. ഇവിടെ ബാലിയെക്കുറിച്ച് അല്പം പറയുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് മയൻ എന്ന അസുരൻ്റെ പുത്രനായ മായാവി വാനര രാജാവായ ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയാണ്. മായാവി അതീവ ശക്തിശാലിയും മഹാപരാക്രമിയുമായിരുന്നു. അവനാണെങ്കിൽ തൻ്റെ ബലത്തിൽ വളരെയധികം അഹങ്കരിച്ചിരുന്നു. ഇങ്ങനെ തൻ്റെ ബലത്തിൽ അഹങ്കരിച്ചിരുന്ന അവൻ നേരിട്ട് ആരോട് യുദ്ധം ചെയ്താലും അവനെ ജയിക്കുക എന്നത് വളരെയധികം പ്രയാസമായിരുന്നു. എന്നിരുന്നാലും ബാലി അവനോട് യുദ്ധം ചെയ്യാനായി വന്നു. മുഷ്ടികൾ കൊണ്ടുള്ള ഇടിയേറ്റ അവൻ പേടിച്ചോടി. പിറകെ ബാലിയും, അവർക്ക് പിന്നാലെ സുഗ്രീവനും ഓടി. ഇങ്ങനെ ഓടി ഓടി ബാലിയും ആ ദുന്ദുഭിയും ഒരു വലിയ ഗുഹയിൽ പ്രവേശിക്കുന്നു. ഇതേ സമയം തിരിഞ്ഞു നിന്ന് ബാലി അനുജനായ സുഗ്രീവനോട് പറഞ്ഞു: ഞാൻ ഈ ഗുഹയിൽ കടന്ന് ഇവനെ കൊല്ലുന്നുണ്ട്. നീ ഈ ഗുഹാവാതിൽക്കൽ കാത്തു നിൽക്കണം. ക്ഷീരം വരികയാണെങ്കിൽ, ക്ഷീരം എന്നാൽ പാലാണ്, അസുരൻ മരിച്ചു എന്ന് കരുതണം. അതല്ല, ചോര വരികിൽ ഈ ഗുഹാവാതിൽ ബലമായി അടച്ചിട്ട് പോയി സുഖമായി കിഷ്കിന്ധ വാണുകൊള്ളുക എന്നും പറഞ്ഞു. ശേഷം ഗുഹയിൽ പ്രവേശിച്ച ബാലി ആ മായാവിയോട് യുദ്ധം ചെയ്തു. അതിന് പ്രകാരം സുഗ്രീവൻ ഗുഹയ്ക്ക് പുറത്ത് കാവൽ നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ആരും പുറത്തേക്ക് വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചോര പുറത്തേക്ക് ഒഴുകുന്നത് സുഗ്രീവൻ കാണുകയാണ്. ഉടനെ ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിച്ച് ഗുഹയുടെ വാതിൽ വലിയ ഒരു കല്ല് കൊണ്ടുവന്ന് ബലമായി അടച്ചിട്ട് സുഗ്രീവൻ കിഷ്കിന്ധയിലേക്ക് മടങ്ങിപ്പോയി. കിഷ്കിന്ധ നിവാസികൾ സുഗ്രീവനെ അവിടുത്തെ രാജാവായി അഭിഷേകം ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ബാലി തിരിച്ചു വന്നിട്ട് ഗുഹാദ്വാരം കല്ലുകൊണ്ട് അടച്ചത് മനഃപൂർവ്വമാണ്, തന്നെ കൊല്ലാനാണെന്ന് പറഞ്ഞ് കോപിച്ച് സുഗ്രീവനെ കൊല്ലാനായി പാഞ്ഞെടുത്തു. എല്ലായിടത്തും പാഞ്ഞു നടന്നിട്ട് അവസാനം ഈ ഋഷ്യമൂകാചലത്തിൽ അഭയം തേടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഋഷ്യമൂകാചലത്തിൽ ബാലിക്ക് പ്രവേശനമില്ല. അതുകൊണ്ടാണ് ബാലികേറാമല എന്ന് അതറിയപ്പെടുന്നത്. മതംഗ മുനിയുടെ ശാപം മൂലമാണ് അപ്രകാരം സംഭവിച്ചത്. ഈ പർവ്വതത്തിൽ ബാലിക്ക് കയറാൻ സാധിക്കാത്തത് എന്താണെന്ന് അറിയാൻ ആഗ്രഹം കാണുമല്ലോ കൂട്ടുകാർക്ക്. അതും പറയാം. ഈ സുഗ്രീവൻ്റെ ഭാര്യയെയും ബാലി പരിഗ്രഹിച്ചു വച്ചിരിക്കുകയാണ്. നാടും നഗരവും എല്ലാവരെയും പിരിഞ്ഞ് സുഗ്രീവൻ ഋഷ്യമൂകാചലത്തിൽ ബാലിയെ പേടിച്ച് വസിക്കുന്നതായ അവസരത്തിലാണ് ശ്രീരാമനും ലക്ഷ്മണനും ഇപ്പോൾ ഇവിടെ എത്തിയതും. അതുപോലെ തന്നെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും, രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നതായ സമയത്ത് ഈ ഋഷ്യമൂകാചലത്തിൽ 5 വാനരന്മാരെ കണ്ട് തൻ്റെ ആഭരണങ്ങൾ അഴിച്ച് ഉത്തരീയം കീറി അതിൽ കെട്ടി താഴേക്കിട്ടിട്ട് എൻ്റെ പ്രാണപ്രിയൻ ഇത് കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ച് പോകുന്നത്. ആ അവസരത്തിൽ നടന്നത് ഇപ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ഈ സന്തോഷം അനുഭവിക്കുകയാണിപ്പോൾ. ആഭരണങ്ങൾ ശ്രീരാമചന്ദ്രന് കാണാനിടയായി.
മിത്രമായി സുഗ്രീവനെ കിട്ടി ശ്രീരാമചന്ദ്രന്. അതുപോലെ തന്നെ ആ ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടതെല്ലാം ചെയ്യാമെന്ന് സുഗ്രീവൻ സഖ്യം ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേൾവിക്കാർക്കൊരു സംശയം തോന്നും, എന്തുകൊണ്ട് സുഗ്രീവനുമായി സഖ്യം ചെയ്യണം? ശ്രീരാമൻ വിചാരിച്ചാൽ നടക്കാത്തതായി എന്തുണ്ട്? സംശയങ്ങൾക്കെല്ലാം പോകെ പോകെ ഉത്തരം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഏതായാലും മിത്രമായ സുഗ്രീവൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് കാരുണ്യത്തോടെ ശ്രീരാമൻ പറഞ്ഞു, ബാലിയെ വധിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. നിന്റെ രാജ്യവും സമ്പത്തും ഭാര്യയെയും എല്ലാം നിനക്ക് മടക്കി തരുന്നുണ്ട് ഞാൻ. ഇത് കേട്ട ഉടനെ സുഗ്രീവൻ പറഞ്ഞു, സ്വർലോകനാഥജനാകിയ ആ ബാലിയെ നിഗ്രഹിക്കുക അത്ര എളുപ്പമല്ലെന്നറിയുക. കൂട്ടുകാരെ, സ്വർലോകനാഥജൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ മകൻ. സ്വർലോകനാഥൻ ഇന്ദ്രനാണല്ലോ, ഇന്ദ്രൻ്റെ മകൻ ബാലി. ആ ബാലിയെ വധിക്കുക എളുപ്പമല്ലെന്നാണ് സുഗ്രീവൻ പറഞ്ഞത്. ഇത്രമാത്രം പരാക്രമശാലിയായ ബാലിക്ക് എന്തുകൊണ്ട് ഋഷ്യമൂകാചലത്തിൽ പ്രവേശനമില്ല എന്നറിയാനും താല്പര്യം കാണുമല്ലോ. അതും കൂടി പറയുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ ഒരു പോത്തിൻ്റെ രൂപത്തിൽ ദുന്ദുഭി എന്ന രാക്ഷസൻ ബാലിയെ യുദ്ധത്തിനായി വിളിച്ചു. യുദ്ധത്തിനൊടുവിൽ ആ ദുന്ദുഭിയുടെ കൊമ്പിൽ പിടിച്ചു വലിച്ച് തല വലിച്ചെറിഞ്ഞ് അവനെ കൊല്ലുകയാണ്. ആ തല വലിച്ചെറിഞ്ഞ് ചെന്ന് വീണത് എവിടെയാണെന്നറിയണ്ടേ? മതംഗ മുനിയുടെ ആശ്രമത്തിലാണ് ചെന്ന് വീണത്. ആശ്രമദോഷം വരുത്തിയ ആ ബാലി ഋഷ്യമൂകാചലത്തിൽ പ്രവേശിച്ചാൽ തല പൊട്ടിത്തെറിച്ച് മരിക്കുമെന്ന് മുനി ശപിക്കുകയും ചെയ്തു. അന്ന് തൊട്ടാണ് ബാലിക്ക് ഈ ഋഷ്യമൂകാചലം നിഷിദ്ധമായത്. അന്നു മുതൽ ബാലിക്ക് അങ്ങോട്ട് പ്രവേശനവുമില്ല. ബാലിക്ക് അപ്രാപ്യമായ ഒരേ ഒരു സ്ഥലം ഋഷ്യമൂകാചലമായതുകൊണ്ടാണ് സുഗ്രീവൻ തൻ്റെ മന്ത്രിമാരോടൊത്ത് അവിടെ താമസിക്കുന്നത്. അന്ന് ബാലി വലിച്ചെറിഞ്ഞ ആ ദുന്ദുഭിയുടെ തലയോട് ഒരു വലിയ പർവ്വതം പോലെ അവിടെ കിടക്കുന്നുണ്ട്. അത് കാണിച്ചു കൊടുത്തിട്ട് സുഗ്രീവൻ ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞു, ആ തലയോട് എറിയാൻ സാധിച്ചാൽ ബാലിയെ അങ്ങേക്ക് പുഷ്പം പോലെ വധിക്കാം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ തൻ്റെ തൃക്കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ആ തലയോട് ഇങ്ങനെ തോണ്ടി എടുത്തെറിഞ്ഞു എന്നാണ്. അതായത് ആ തലയോട് 10 യോജന ദൂരെ ചെന്ന് വീഴുകയാണ്. ഇത് കണ്ട സുഗ്രീവനും മന്ത്രിമാർക്കും വളരെയധികം സന്തോഷവും വിസ്മയവും ഉണ്ടായി. ഇത്ര നിഷ്പ്രയാസം ഈ തലയോട് എടുത്തെറിഞ്ഞു, അതും പർവ്വതം പോലെയുള്ളത്. തൻ്റെ പെരുവിരൽ കൊണ്ടാണ് ശ്രീരാമൻ അത് സാധിച്ചത് എന്നറിയുക. ഇവിടെ നമുക്ക് തോന്നും, ഈ ശ്രീരാമൻ ബാലിയെ വധിക്കുമോ എന്ന് സുഗ്രീവന് സംശയമുണ്ടാവുകയും അത് പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരീക്ഷ വച്ചതെന്ന് നമുക്ക് തോന്നുന്നില്ലേ? പിന്നീട് സുഗ്രീവൻ 7 മരങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നിട്ട് ശ്രീരാമനോട് പറഞ്ഞു, ഇവ ബാലിക്ക് മൽപ്പിടുത്തം നടത്താനുള്ള മരങ്ങളാണ്. ബാലി പിടിക്കുമ്പോൾ ഈ മരങ്ങളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. വൃത്താകാരത്തിൽ നിൽക്കുന്ന ഇവയെ ഒറ്റ അമ്പിനാൽ എയ്ത് മുറിച്ചാൽ ബാലിയെ കൊല്ലാൻ സാധിക്കും. നോക്കണേ, അടുത്ത പരീക്ഷയാണ്. വൃത്താകാരത്തിൽ നിൽക്കുന്ന 7 മരങ്ങളെയും ഒറ്റ അമ്പെയ്ത് ഒരുമിച്ച് മുറിക്കണം. ശ്രീരാമനാകട്ടെ ഞാണിന്മേൽ അമ്പ് തൊടുത്ത് ശരം അയച്ചിട്ട് ഒറ്റ അമ്പ് കൊണ്ട് തന്നെ ഈ 7 മരങ്ങളെയും മുറിക്കുന്നു. അതിനുശേഷം ആ അമ്പ് ഭൂമിയെയും പർവ്വതങ്ങളെയും ഭേദിച്ച് തിരികെ ആവനാഴിയിൽ വന്നു ചേർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സുഗ്രീവൻ, സർവസാക്ഷിയായ ജഗദീശ്വര, മുക്തി ലഭിക്കാനായി എല്ലാവരാലും ഭജിക്കപ്പെടുന്ന അങ്ങയെ കാണാൻ എനിക്കിന്ന് ഭാഗ്യമുണ്ടായല്ലോ. മോക്ഷതനായ ഭഗവാനെ തന്നെ എനിക്ക് ലഭിച്ചുവല്ലോ. മറ്റൊന്നും എനിക്ക് വേണ്ട. അർത്ഥം, രാജ്യം, ഭാര്യ, മിത്രം, പുത്രൻ ഒന്നും എനിക്ക് വേണ്ട. ഇവയെല്ലാം വ്യർത്ഥം തന്നെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ മായയാൽ വിരചിതമായ എന്നിൽ പ്രസാദിച്ചാലും മണ്ണെടുക്കാൻ വേണ്ടി കുഴിച്ചപ്പോൾ വിലയേറിയ നിധികുംഭം കിട്ടിയതുപോലെയാണ് അവിടുത്തെ ദർശനം. എൻ്റെ കണ്ണുകൾക്ക് എപ്പോഴും അങ്ങയുടെ രൂപം കാണുമാറാകണം. കരങ്ങളാൽ അങ്ങയുടെ തൃപ്പാദ പൂജ ചെയ്യുമാറാകണം. എൻ്റെ നാവ് കൊണ്ട് എപ്പോഴും അങ്ങയുടെ നാമം ജപിക്കുമാറാകണം. എൻ്റെ ചെവികളിൽ എപ്പോഴും അങ്ങയുടെ ചരിതം, ചാരുചരിതം കേൾക്കുമാറാകണം. എൻ്റെ കാലുകൾ അച്യുത ക്ഷേത്രങ്ങൾ തോറും സഞ്ചരിച്ചിടണം. എൻ്റെ ആപാദചൂടം അവിടുത്തെ പാദതീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്യുമാറാകണം. എൻ്റെ ഉത്തമാംഗം അങ്ങയെ നമസ്കരിക്കാൻ വേണ്ടി മാത്രമാകണം. ഇങ്ങനെ സ്തുതിച്ച സുഗ്രീവനെ ശ്രീരാമൻ കെട്ടിപ്പുണരുകയാണ്. ശ്രീരാമൻ്റെ കരസ്പർശനം കൊണ്ട് സുഗ്രീവനിലുള്ള കളങ്കമെല്ലാം അകന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. രാമായണത്തിൽ 217 പേജ് മുതൽ സുഗ്രീവൻ്റെ ഈ സ്തുതി നിങ്ങൾക്ക് പാരായണം ചെയ്യാവുന്നതാണ്. ഞാൻ അതും കൂടെ ചൊല്ലി സമയം കളയുന്നില്ല, കഥയായിട്ട് തന്നെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. അനന്തരം ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, സുഹൃത്തേ,
പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യം തന്നെ. ഒട്ടും വൈകണ്ട. ചെന്ന് ബാലിയെ യുദ്ധത്തിന് വിളിച്ചാലും ബാലിയെ കൊന്നിട്ട് രാജാവാക്കി വാഴിക്കുന്നുണ്ട്. രാജ്യം പരിപാലിച്ചാലും ശേഷകാലം ധൈര്യത്തോടുകൂടി കിഷ്കിന്ധയിൽ ചെന്ന് സൗഖ്യത്തോടെ വാഴാനുള്ളതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ധൈര്യത്തോടുകൂടി കിഷ്കിന്ധയിൽ ചെന്ന് ബാലിയെ യുദ്ധം ചെയ്യാൻ വിളിക്കുകയാണ് സുഗ്രീവൻ. രാമൻ ഒരു വൃക്ഷത്തിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്നു. ശ്രീരാമന് പിന്നിലായി മറ്റുള്ളവരും. ക്രുദ്ധനായി ബാലി പുറത്തേക്ക് വരുന്നു. രണ്ടുപേരും തമ്മിൽ ഘോര യുദ്ധം നടക്കുകയാണ്. ശരീരം മുറിഞ്ഞ് രണ്ടുപേരും രക്തത്തിൽ കുളിച്ചു. ഒരേപോലെ കാണപ്പെടുകയാണ് ബാലിയും സുഗ്രീവനും. ശ്രീരാമൻ ഇവരിൽ സുഗ്രീവൻ ഏത് ബാലി ഏത് എന്ന് തിരിച്ചറിയാനായില്ല. അതുകൊണ്ട് തന്നെ അമ്പെയ്താൽ ബാലിക്ക് പകരം സുഗ്രീവൻ വധിക്കപ്പെട്ടാലോ എന്ന ആശങ്ക കാരണം ശ്രീരാമൻ അമ്പെയ്തില്ല. ആ ബാലിയുടെ മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തം ഛർദ്ദിച്ച് അവശനായ സുഗ്രീവൻ ഭയന്ന് പിന്തിരിഞ്ഞോടി. ബാലി തൻ്റെ വസതിയിലേക്കും പോകുന്നു. സുഗ്രീവൻ വൃക്ഷത്തിന് മറഞ്ഞു നിന്ന ശ്രീരാമനോട് ചോദിക്കുകയാണ്. വളരെ പരുഷമായിട്ടാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കുവാനാണോ എന്നെ അങ്ങോട്ട് അയച്ചത്? എന്നെ അങ്ങയുടെ കൈകൊണ്ട് തന്നെ കൊന്നാൽ പോരായിരുന്നോ? അതല്ലേ മോക്ഷദായകം? മിത്രമേ, ഞാൻ അങ്ങയോട് എന്ത് അപരാധം ചെയ്തിട്ടാണ് എന്നോട് ഇപ്രകാരം പെരുമാറിയത്? പറഞ്ഞാലും. ശ്രീരാമൻ കരഞ്ഞുകൊണ്ട് സുഗ്രീവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മിത്രമേത് ശത്രുവേത് എന്ന് തിരിച്ചറിയാനാവാതെ മിത്രം വധിക്കപ്പെട്ടാലോ എന്ന് ശങ്കിച്ചാണ് ഞാൻ അമ്പെയ്യാതിരുന്നത്. വിഷമിക്കാതെ, എന്തായാലും ബാലിയെ വധിക്കുന്നുണ്ട്. നിങ്ങളെ തിരിച്ചറിയാനായിട്ട് ഈ മാല കഴുത്തിലണിഞ്ഞാലും എന്ന് പറഞ്ഞ് ശ്രീരാമൻ ഒരു മാല സുഗ്രീവൻ്റെ കഴുത്തിലണിയിച്ചു കൊടുക്കുകയാണ്. ഇപ്രാവശ്യം ശ്രീരാമൻ കൊടുത്ത മാലയും കഴുത്തിലണിഞ്ഞ് സുഗ്രീവൻ വീണ്ടും ചെന്ന് ബാലിയെ യുദ്ധത്തിന് ക്ഷണിക്കുന്നു. ബാലിക്ക് അതിശയമായി. യുദ്ധത്തിനായി പുറപ്പെടുന്ന ബാലിയെ തടഞ്ഞിട്ട് താര പറഞ്ഞു, ഒരു ശങ്കയുമില്ലാതെ അങ്ങ് പുറപ്പെടുകയാണല്ലോ. എന്നാൽ എനിക്ക് തോന്നുന്നു അവന് പുറകിൽ ആരോ ബലവാനായ ഒരുത്തൻ ഉണ്ടെന്ന്. യുദ്ധത്തിൽ പരാജയപ്പെട്ടവൻ വീണ്ടും വരണമെങ്കിൽ നിശ്ചയമായും എത്രയും പരാക്രമശാലിയായ ഒരു മിത്രം അവനെ സഹായിക്കാനുണ്ടാകും. ഉടനെ ബാലി പറഞ്ഞു, ബാലേ, താരേ, നീ ശങ്കിക്കണ്ട. ആരാണ് ഈ കാനനത്തിൽ അവന് വേണ്ടപ്പെട്ടവരായിട്ടുള്ളത്? എന്നോട് വൈരമുള്ളവരും ആരുമില്ല. ഇനി അവനോട് ബന്ധമുള്ളവരുണ്ടെങ്കിൽ തന്നെ അവൻ നിശ്ചയമായും വധിക്കപ്പെടേണ്ടവൻ തന്നെ എന്നറിയുക. വാതിൽക്കൽ വന്ന് യുദ്ധത്തിന് വിളിക്കുമ്പോൾ ശൂരന്മാരായിട്ടുള്ള ആരെങ്കിലും വീടിനകത്ത് കയറി ഒളിച്ചിരിക്കുമോ? നീ ധൈര്യമായിട്ടിരിക്കൂ. പ്രകാരം പറഞ്ഞപ്പോൾ താര വീണ്ടും പറഞ്ഞു, ഒരു കാര്യം കേട്ടാലും. എൻ്റെ മകനായ അങ്കദൻ ഇന്നലെ നായാട്ടിന് പോയിട്ട് വന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അത് കേട്ടതിന് ശേഷം ഉചിതമായത് ചെയ്താലും ആ അയോധ്യാധിപതിയായ ദശരഥൻ്റെ പുത്രൻ ശ്രീരാമൻ ഭാര്യയോടും സഹോദരനോടുമൊപ്പം തപസ് ചെയ്യാൻ ദണ്ഡകാരണ്യത്തിൽ എത്തിയപ്പോൾ ആ രാവണൻ രാമൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി അവളെ അന്വേഷിച്ച് ഋഷ്യമൂകാചലത്തിലെത്തിയെന്നും അന്യോന്യം മിത്രങ്ങളായിരിക്കാമെന്നും പരസ്പരം സഹായിക്കാമെന്നും മിത്രാത്മജനായ സുഗ്രീവനെ വൃത്രാരിപുത്രനായ ബാലിയെ കൊന്ന് കിഷ്കിന്ധയിലെ രാജാവായി വാഴിക്കാമെന്നും സഖ്യം ചെയ്തതായി അറിയാൻ കഴിഞ്ഞു. അങ്ങനെ സീതയെ കാട്ടിക്കൊടുക്കാമെന്ന് അർക്കതനയനായ സുഗ്രീവൻ വാക്ക് കൊടുത്തതും അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ രണ്ടാമതും യുദ്ധത്തിനായി വിളിച്ചിരിക്കുന്നത്. വൈരമെല്ലാം മറന്ന് ആ സുഗ്രീവനെ വിളിച്ച് യുവരാജാവായി അഭിഷേകം ചെയ്ത് രാമനെ ശരണം പ്രാപിച്ചിട്ട് കുലത്തെ രക്ഷിച്ചിടുക. ഇങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞു കാല് പിടിച്ച് അപേക്ഷിക്കുന്ന താരയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ചിട്ട് ബാലി പറഞ്ഞു, വല്ലഭേ, ഭയപ്പെടാതിരിക്കൂ. സ്ത്രീ സഹജമാണ് നിൻ്റെ ഈ പേടി. ശ്രീരാമലക്ഷ്മണന്മാർ വന്നെന്ന് തന്നെ ഇരിക്കട്ടെ. അവർ നേരെ എൻ്റെ അടുത്തേക്കേ വരൂ. ശ്രീരാമനോട് എനിക്കുള്ള അത്രയും ഭക്തിയും സ്നേഹവും മറ്റാർക്കാണുള്ളത്? രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാകുന്നു. ഭൂമിഭാരം തീർക്കാനായി ശ്രീരാമനായി അവതരിച്ചു എന്ന് ഞാനും കേട്ടിരിക്കുന്നു. ഭഗവാന് പക്ഷഭേദമൊന്നുമില്ല. ഭഗവാന്റെ തൃപ്പാദം വന്ദിച്ച് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. സുഗ്രീവനേക്കാളും ഭഗവാനെ സഹായിക്കാൻ പറ്റുന്നത് എനിക്കാണ്. ഭജിക്കുന്നവനെ ത്യജിക്കുന്ന സ്വഭാവം ഭഗവാനില്ലല്ലോ. ഭഗവാനിൽ എന്നോളം ഭക്തി മറ്റാർക്കുമില്ലെന്നും അറിയുക. ഇങ്ങനെ ഭാര്യയെ ആശ്വസിപ്പിച്ച് യുദ്ധത്തിന് തയ്യാറായി പോവുകയാണ്. പിന്നീട് യുദ്ധവർണ്ണനയാണ്. അവർ രണ്ടുപേരും രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പൊരുതും പോലെ, രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ പൊരുതും പോലെ, അതായത് തുല്യശക്തികൾ എന്നർത്ഥം. അവർ രണ്ടുപേരും ഘോരഘോരം പൊരുതിക്കൊണ്ടിരുന്നു. ഇന്ദ്രൻ കൊടുത്ത മാല ബാലിയും അച്യുതൻ കൊടുത്ത മാല സുഗ്രീവനും കഴുത്തിലണിഞ്ഞിരുന്നു. രണ്ടുപേരും ഘോരഘോരം പൊരുതുന്നുണ്ടെങ്കിലും
സുഗ്രീവൻ കുറച്ച് ക്ഷീണിതനായി കാണപ്പെട്ടു. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ശ്രീരാമനെ വ്യസനത്തോടെ നോക്കുന്നുണ്ട്. സുഗ്രീവന് തളർച്ചയുണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ ബാലിയുടെ വക്ഷപ്രദേശം ലക്ഷ്യമാക്കി വൃക്ഷത്തിന് മറഞ്ഞു നിന്ന് ശരം തൊടുത്തു. ബാലി അലറിക്കൊണ്ട് നിലത്ത് വീണു. ബോധം തെളിഞ്ഞു നോക്കുമ്പോൾ ശ്രീരാമനെ കാണുകയാണ്. വലതു കൈയിൽ അമ്പും ഇടതു കൈയിൽ വില്ലും പിടിച്ച് താപസവേഷത്തിൽ നിൽക്കുന്ന ശ്രീരാമൻ്റെ വർണ്ണനയാണ് ഇനി കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ വായിക്കുന്നില്ല, അത്രയും സമയം കൂടി നമുക്ക് ലാഭിക്കാം. ബാലി ഉടനെ ശ്രീരാമനോട് ചോദിച്ചു, നിന്നോട് ഞാൻ എന്തു പിഴ ചെയ്തു? വെറുതെ എന്തിനാണ് എന്നെ കൊന്നത്? ചോരന്മാരെ പോലെ രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിന്? രാജകുലത്തിൽ ജനിച്ച നിനക്ക് ഈ വാനരനെ വധിച്ചിട്ട് എന്ത് കീർത്തി ലഭിക്കാനാണ്? അതായത് പണ്ടേ ശ്രീരാമന് കീർത്തിയുണ്ടല്ലോ, ഇനി അതിൻ്റെ കൂടെ വേറെ കീർത്തി ഒന്നും കൂട്ടിച്ചേർക്കാനില്ലല്ലോ, അത്യന്തം കീർത്തിമാനാണല്ലോ എന്നാണ് അർത്ഥം. അഥവാ കീർത്തിക്ക് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ മറഞ്ഞു നിന്നല്ല വധിക്കേണ്ടത്, നേരെ നിന്ന് പൊരുതി ജയിക്കണം. അതാണ് ക്ഷത്രിയധർമ്മം. എന്ത് കാര്യമായാണ് എന്നാൽ കൃതമല്ലാത്തത്? എന്താണ് സുഗ്രീവനാൽ കൃതമായതും? ഇത് രാമായണത്തിലെ ഒരു ഹൃദയസ്പർശിയായ ഭാഗമാണ്. രണ്ട് വാനരങ്ങൾ തമ്മിൽ പൊരുതുന്നു, ജ്യേഷ്ഠനും അനുജനും. അതിൽ എന്നാൽ എന്താണ് സാധ്യമല്ലാത്തത്? സുഗ്രീവനാൽ സാധ്യമായത് എന്താണ്? ഇവിടെ ബാലിക്കെല്ലാം സാധ്യമാണ്. ബാലി പരാക്രമശാലിയാണ്. എന്തുകൊണ്ട് സുഗ്രീവനെ ആശ്രയിച്ചു? എന്തുകൊണ്ട് ബാലിയെ തഴഞ്ഞു എന്നാണ് ക്വസ്റ്റ്യൻ. സുഗ്രീവനാൽ സാധ്യമായതെല്ലാം തന്നാലും സാധ്യമാകും എന്ന് ബാലി പറയുന്നു. അതായത് ആ സുഗ്രീവനെ ശരണം പ്രാപിച്ചിട്ട് എന്നെ വധിച്ചുവല്ലോ, ഈ 3 ലോകത്തിലും എൻ്റെ പരാക്രമം ആർക്കാണ് അറിയാത്തത്? ആ ലങ്കാപുരി മുച്ചൂടും മുടിച്ച് അരനാഴിക കൊണ്ട് ആ ദശമുഖനെ പിടിച്ചു കെട്ടി നിൻ്റെ മുമ്പിൽ വെച്ച് തൊഴുതു നിൽക്കുമായിരുന്നല്ലോ ഞാൻ. ലോകരെല്ലാം രഘുപതേ നിന്നെ ധർമ്മിഷ്ഠനെന്ന് പറയുന്നുവല്ലോ. എന്നെ വധിച്ചതിൽ എന്ത് ധർമ്മമാണുള്ളത്? ഒരു കാരണവുമില്ലാതെ ഈ വാനരനെ ചതിച്ചു കൊന്നത് എന്തിനാണ്? ഇനി ഭക്ഷണത്തിന് വേണ്ടിയാണെന്നിരിക്കട്ടെ, വാനരമാംസം ഭക്ഷ്യയോഗ്യമല്ലല്ലോ. ഇങ്ങനെ ചോദ്യശരങ്ങൾ തൊടുത്തുകൊണ്ടിരുന്ന ബാലിയോട് ശ്രീരാമൻ പറഞ്ഞു, ധർമ്മത്തെ രക്ഷിക്കാനായി ആയുധമെടുത്ത ഞാൻ പാപിയായ അധർമ്മിയായ നിന്നെ വധിച്ചത് ധർമ്മം നിലനിർത്താൻ വേണ്ടി തന്നെയാണ്. നീ എന്താണ് ചെയ്തതെന്ന് നിനക്കറിയില്ല. പറയാം, കേൾക്കൂ. പുത്രി, സഹോദരി, സഹോദര ഭാര്യ, പുത്രൻ്റെ ഭാര്യ, മാതാവ് ഇവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നാണല്ലോ വേദവാക്യം. അവരെ മോഹിക്കുന്നവനും പരിഗ്രഹിക്കുന്നവനും മഹാപാപി എന്നറിയുക. അങ്ങനെയുള്ളവരെ വധിച്ച് ധർമ്മം നടപ്പിലാക്കുക എന്നത് രാജാക്കന്മാരുടെ ധർമ്മം. ഇവിടെ ബാലി സഹോദര ഭാര്യയായ രൂമയെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണല്ലോ, അതാണ് അധർമ്മം എന്ന് ശ്രീരാമൻ പറഞ്ഞത്. അപ്പോൾ ബാലിക്ക് മനസ്സിലായി എന്താണ് ബാലിയുടെ അപരാധമെന്ന്. ശ്രീരാമൻ സാക്ഷാൽ ശ്രീ നാരായണനാണ്, ശ്രീ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കി തൻ്റെ മനസ്സിലെ അന്ധകാരമകന്ന് ഭക്തിയോടെ ശ്രീരാമനെ നമസ്കരിക്കുന്നു. എൻ്റെ അപരാധം ക്ഷമിക്കണേ ദയാനിധി, അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾ ക്ഷമിക്കണേ. അങ്ങയുടെ ആയുധമേറ്റു മരിക്കാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യം തന്നെ. ഈ ഭാഗ്യം യോഗികൾക്ക് പോലും ദുർലഭമാണല്ലോ. അവിടുത്തെ ദർശനം കൊണ്ട് പാപിയായ എൻ്റെ ജന്മം സഫലമായി വന്നല്ലോ. അങ്ങയുടെ അവതാര രഹസ്യം എനിക്ക് മനസ്സിലായി. ഇഹലോകവാസം വെടിയാൻ പോകുന്ന എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. എനിക്ക് തുല്യബലമുള്ള അംഗദൻ, സുഗ്രീവൻ ഇവർ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണെന്നറിയുക. എൻ്റെ ബാണം പറിച്ചെടുത്ത് എന്നെ ഒന്ന് തഴുകാൻ ദയവുണ്ടാകണേ. ശ്രീരാമൻ അപ്രകാരം ചെയ്യുന്നു. ശ്രീരാമൻ്റെ ആ മുഖാരവിന്ദത്തിലേക്ക് നോക്കിയിരുന്ന് ബാലി പ്രാണൻ വെടിയുകയാണ്. യോഗികൾക്ക് പോലും അപ്രാപ്യമായുള്ള ഭഗവത് പദം പ്രാപിക്കുന്നു. ബാലി മരിച്ച വൃത്താന്തം അറിഞ്ഞ കിഷ്കിന്ധാ നിവാസികൾ താരയുടെ സമീപത്തേക്ക് ഓടിയെത്തി വിവരം പറയുന്നു. രാമബാണമേറ്റ യുദ്ധത്തിൽ ബാലി സ്വർഗലോകത്തേക്ക് പോയി. വേഗം മകനായ അംഗദനെ വാഴിക്കുക. ഗോപുരദ്വാരങ്ങൾ ശത്രുക്കൾ പ്രവേശിക്കാത്ത വിധം ദൃഢമായി ബന്ധിക്കണം എന്നിങ്ങനെ വാനരന്മാർ വിളിച്ചു പറഞ്ഞത് കേട്ട് താര പറഞ്ഞു, എനിക്കെന്തിനാണ് ഇനി രാജ്യവും പുത്രനും? എന്തിനാണ് ഈ ഭൂതലവാസം? ഞാനും എൻ്റെ ഭർത്താവിനോട് കൂടി പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞു വിളിച്ച് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന ബാലിയുടെ ശരീരം കണ്ട് താര മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. മോഹാലസ്യത്തിൽ നിന്നുണർന്ന താര ഇപ്രകാരം ശ്രീരാമനോട് പറഞ്ഞു, ഒരു ബാണമെയ്ത് എന്നെയും കൂടി കൊല്ലുക. പ്രാണനാഥനെ പിരിഞ്ഞ് എനിക്കിനി ജീവിക്കണ്ട. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അയച്ചാൽ അങ്ങയ്ക്ക് കന്യകാദാന ഫലം ലഭിക്കും. ശ്രേഷ്ഠനായ അങ്ങയ്ക്ക് അറിയാമല്ലോ ഭാര്യയെ പിരിഞ്ഞത് ദുഃഖം എത്രത്തോളമെന്ന്. സുഗ്രീവ, നീ രുമയുമായി സുഖിച്ചു വാണിയിടുക. ഇങ്ങനെ പറഞ്ഞു കേഴുന്ന താരയ്ക്ക് ദേഹവും ദേഹിയും തമ്മിലുള്ള ബന്ധവും ആ ദേഹിയായത് സച്ചിദാനന്ദ സ്വരൂപമായ ആ പരമാത്മാവായ നിത്യനായ ആ ജീവാത്മാവാണെന്നും അതിന് സുഖമെന്നോ ദുഃഖമെന്നോ ഉള്ള ഭേദമൊന്നും ഇല്ലെന്നും ശ്രീരാമൻ ഉപദേശിക്കുന്നു.
പൂർവജന്മത്തിൽ ഭഗവാന്റെ അചഞ്ചല ഭക്തയായിരുന്ന താരയ്ക്ക് മുക്തിമാർഗം ഉപദേശിച്ച് തൻ്റെ ഭഗവത് രൂപം കാണിച്ചു കൊടുക്കുന്നു. ഭഗവാനോടുള്ള അല്പനേരത്തെ സംഘം കൊണ്ട് ദുഃഖമെല്ലാം അകലുന്ന താര സാംസാരിക ബന്ധത്തിൻ്റെ നിസ്സാരതയും മനസ്സിലാക്കിയിട്ട് ഭക്തി വർദ്ധിച്ച് മുക്തയായി തീരുകയാണ്. സുഗ്രീവനും അത് കേട്ട് അജ്ഞാനമെല്ലാം അകന്നു സുഖമായി വസിക്കുന്നു. ഇന്നത്തെ കഥ നമുക്ക് ഇവിടെ നിർത്താം. കഥ തീരുന്നില്ല. കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കേൾക്കാം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജഗദീശ്വരനായ ശ്രീരാമചന്ദ്രൻ നിങ്ങളെ എല്ലായ്പ്പോഴും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.